പിറ്റേ ദിവസം മേൽപ്പത്തൂർ 100-ാം ദശകം എഴുതാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വരുവാണ്. അപ്പോൾ ഈ 99 ദശകം എഴുതിയിട്ടുള്ളത് ഗുരുവായൂരപ്പനെ കുറിച്ച്, ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ കുറിച്ചാണ്. കാരണം ഗുരുവായൂരിരിക്കുന്ന വിഗ്രഹം അത് ചതുർബാഹുവായ മഹാവിഷ്ണു സ്വരൂപമാണ്. ഒരു വിഗ്രഹം എവിടെന്നാണ് വന്നത്? അന്ന് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം വെച്ചാണ് പൂജിച്ചിരുന്നത്. ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണത്. സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ദ്വാരക കടലെടുത്തപ്പോൾ ഈ വിഗ്രഹം കടലിൽ ഒഴുകി ഒഴുകി നടന്നു. വരുണന്റെ കയ്യിലായിരുന്നു. വളരെ അപൂർവമായ അഞ്ചൽശിരിയുള്ള വിഗ്രഹമാണ്. ഇതിങ്ങനെ ഒഴുകി നടന്നപ്പോൾ ഇതിനെ ഏറ്റവും ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായിട്ട് വായുദേവനോടും ദേവഗുരുവായ ബൃഹസ്പതിക്കും ആജ്ഞ കിട്ടി. അങ്ങനെ വായുഭഗവാൻ അത് തള്ളി കൊണ്ടുവന്നു. ഈ ദക്ഷിണേന്ത്യയുടെ പശ്ചിമ തീരത്ത് ഇന്ന് കാണുന്ന ഗുരുവായൂർ അമ്പലത്തിൻ്റെ തീരത്തായിട്ട് അത് നടക്കുന്നു. ബൃഹസ്പതി ഭഗവാൻ അത് അവിടെ നിന്നെടുത്ത് ഏറ്റവും ഉചിതമായ സ്ഥലമന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു ശിവക്ഷേത്രം കാണുന്നു. ഒരു സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗത്തോട് കൂടിയിട്ടുള്ള ചെറിയ ശിവക്ഷേത്രം, ഒരു ശിവസങ്കേതം. അവിടെ ചെന്നപ്പോൾ അവിടെ അശരീരി കേട്ടു. ഭഗവാൻ മഹാദേവൻ തന്നെ പറഞ്ഞു അവിടെ തന്നെ പ്രതിഷ്ഠിക്കുക, നല്ല ഏറ്റവും ഉചിതമായ സ്ഥലം അത് തന്നെ. ഒരു കാര്യം ചെയ്യാൻ ശൈവചൈതന്യം അവിടെ നിന്ന് ആവഹിച്ച് വടക്കോട്ട് നീക്കിയിരുത്തു. അതാണ് മമ്മിയൂർ. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാലും മമ്മിയൂർ പോയി തോന്നണമെന്നുള്ളത്. അവിടെ ഇരുന്ന ശൈവചൈതന്യത്തിൻ്റെ അതിനെ ആവാഹിച്ചാണ് മമ്മിയൂർ ഇരുത്തിയിരിക്കുന്നത്. അവിടെ ഇരുന്ന ഭഗവതി കുറച്ചിടത്തോട്ട് മാറിയിരുന്നു. അതാണ് ഇടത്തെഴുത്തുകാവ് ഭഗവതി.